വർഗീയ ശക്തികളുടെ ഭീഷണിക്കെതിരെ സംസ്ഥാന വ്യാപകമായ മതനിരപേക്ഷ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമെന്ന് CPIM. സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 2 വരെ വാർഡ് തലത്തിൽ വിപുലമായ മതനിരപേക്ഷ സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. നാടിന്റെ സമാധാനവും ജനങ്ങളുടെ സ്വൈര ജീവിതവും കാംക്ഷിക്കുന്ന എല്ലാവരും കൂട്ടായ്മയിൽ അണിനിരക്കണമെന്ന് സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചു. വർഗീയ ശക്തികളെ ഒറ്റപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് മതനിരപേക്ഷ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ചെന്നിത്തലയ്ക്കെതിരെ കൊടിക്കുന്നിൽ സുരേഷ് ഗുരുപ്രതിമ തകർത്തവർക്ക് ജാമ്യം നൽകിയത് എന്തിനെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കണമെന്ന് കൊടിക്കുന്നിൽ കൊല്ലത്ത് ആവശ്യപ്പെട്ടു. അല്ല, അത് ഗവൺമെന്റാണ് വിശദീകരിക്കേണ്ടത്. ആഭ്യന്തരമന്ത്രിയാണ് വിശദീകരിക്കേണ്ടത്. പോലീസ് മേധാവിയാണ് വിശദീകരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് പ്രതിമ തകർത്ത ആളുകളെ പെട്ടെന്ന് വിട്ടയച്ചത് എന്തിനാണ് എന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റാണ്. എന്തായാലും എനിക്ക് ഇപ്പോൾ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ മിക്കവാറും പലയിടത്തും ഗുരുമന്ദിരങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ ഗുരുപ്രതിഷ്ഠകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ സാർവത്രികമായി വരാൻ സാധ്യതയുണ്ട്. കാരണം പഞ്ചായത്ത് ഇലക്ഷന് രണ്ടു കൂട്ടരും ഇങ്ങനെ ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പ്രതിമ തകർത്തപ്പോൾ കൊടിയേരി അവിടെ എത്തി, ഗോവിന്ദൻ മാസ്റ്റർ എത്തി, എല്ലാ CPI നേതാക്കളും എത്തി. അതുപോലെ തന്നെ അപ്പം ഇതിനകത്ത് ഒരു വലിയ രാഷ്ട്രീയം അവർ കാണുന്നുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ടു കൂട്ടരും കാണുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ട് ബാങ്കാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഗുരുപ്രതിഷ്ഠകളും ഗുരുമന്ദിരങ്ങളും സംരക്ഷിക്കപ്പെടണം. അത് RSSന്റേത് ഹിറ്റ്ലറും മുസോളിനിയും നടപ്പാക്കിയ ആശയങ്ങളെന്ന് പിണറായി വിജയൻ. ഹിറ്റ്ലർ ജൂതന്മാരോട് പെരുമാറിയ അതേപോലെയാണ് RSS മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തോട് പെരുമാറുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. RSSന്റെ ദേശവിരുദ്ധതയുടെയും വർഗീയതയുടെയും ചരിത്ര രേഖകളുടെ പ്രദർശനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. രാജ്യദ്രോഹത്തിന്റെയും വഞ്ചനയുടെയും വർഗീയതയുടെയും കഥയാണ് ഇന്ത്യ ചരിത്രത്തിൽ RSSനുള്ളത്. മറിച്ച് ദേശസ്നേഹികളും ജനസേവകരുമായി നിർമ്മിച്ചെടുക്കുന്ന പൊതുബോധം വ്യാജമാണെന്ന് തെളിയിക്കുന്ന ചരിത്രരേഖകളാണ് പ്രദർശനത്തിൽ. RSS രൂപീകരണം, ഗാന്ധിവധം, ദേശീയ പ്രസ്ഥാനത്ത് ഒറ്റുകൊടുക്കൽ തുടങ്ങി രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും സചിത്ര രേഖകളും വിവരണങ്ങളും പ്രദർശനത്തിനുണ്ട്. വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിൽ CPIM മുന്നിലുണ്ടാവുമെന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്ത പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. ഞങ്ങളാലാകാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. കാരണം ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഐക്യത്തിന്റെ പ്രശ്നമാണ്. ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല. രാജ്യത്തിന് നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുകയാണ് ചെയ്യുക. മതവിശ്വാസികളെ കൂടി വർഗീയ വിരുദ്ധ പോരാട്ടത്തിൽ അണിനിരത്തുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച പ്രദർശനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നേതാക്കളായ P. മോഹനൻ, TP രാമകൃഷ്ണൻ, KT കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ SNDP CPIMമായി സഹകരിക്കണമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ആത്മഹത്യാപരമായ നിലപാടുകൾ സാമുദായിക സംഘടനകൾ സ്വീകരിക്കരുതെന്നും കോടിയേരി വ്യക്തമാക്കി. വർഗീയതയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ പാഠ്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം കണ്ണൂരിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി. വർഗീയതയ്ക്കെതിരായ സമരത്തിൽ SNDP ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കണം. CPIM SNDPയെ ശത്രുപക്ഷത്ത് കാണുന്നൊരു പ്രസ്ഥാനമല്ല. ശ്രീനാരായണ ധർമ്മങ്ങളും BJPയുടെ തത്വങ്ങളും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോവുകയില്ല. താൽക്കാലികമായ കാര്യലാഭത്തിന് വേണ്ടി ആത്മഹത്യാപരമായ നിലപാട് ഇത്തരം സംഘടനകൾ സ്വീകരിക്കാൻ പാടില്ല. സർക്കാർ ഡോക്ടർമാർ നാളെ മുതൽ കൂട്ട അവധിയെടുത്ത് സമരത്തിലേക്ക്. അത്യാഹിത വിഭാഗത്തിൽ ഒഴികെയുള്ള ജോലികൾ ബഹിഷ്കരിച്ച് സമരം ചെയ്യാൻ KGMOയെ തീരുമാനിച്ചു. സമരം ചെയ്യുന്ന KGMOയെ സംസ്ഥാന പ്രസിഡന്റ് പ്രമീള ദേവിയെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ KGMOയെ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 2 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ നിസ്സംഗത നിലപാട് തുടരുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത്. അതേസമയം സമരത്തെ ശക്തിയായി നേരിടുമെന്ന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ അറിയിച്ചു. സമരം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട്ടിലെ ചോദ്യപേപ്പർ ചോർച്ചയിൽ 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു. തോമാട്ടുചാൽ സ്കൂളിലെ പ്രധാന അധ്യാപികയെയും അധ്യാപകനെയുമാണ് സസ്പെൻഡ് ചെയ്തത്. ജമ്മു കാശ്മീരിൽ മാട്ടിറച്ചി വിൽപ്പന നിരോധിച്ചുകൊണ്ട് ജമ്മു കാശ്മീർ ഹൈക്കോടതി ഉത്തരവിറക്കി. പരിമോക്ഷ് സെയ്ദ് എന്ന അഭിഭാഷകൻ നൽകിയ പൊതുതാൽപര്യ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ധീരജ് സിംഗ് താക്കൂർ, ജസ്റ്റിസ് ജനകരാജ് കോട്ട്വാൾ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്.
ഗോവധത്തിനെതിരെ അഭിഭാഷകനായ പരമോക്ഷ് സേത് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചാണ് ജമ്മു ഹൈക്കോടതിയുടെ ഉത്തരവ്. സംസ്ഥാനത്ത് ഗോവധവും വിൽപ്പനയും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് കോടതി നൽകിയ നിർദ്ദേശം. ജസ്റ്റിസ് ദിരാജ് സിംഗ് ഠാക്കൂർ, ജസ്റ്റിസ് ജനകരാജ് കേട്ട്വാൾ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചത്. കന്നുകാലികളെ കൊല്ലുന്നതും മാംസം വിൽക്കുന്നതും 298A, RPC 298B വകുപ്പുകൾ പ്രകാരം ശിക്ഷാർഹമെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ജൈന മതാഘോഷ ചടങ്ങുകളെ തുടർന്ന് മഹാരാഷ്ട്രയിൽ താൽക്കാലികമായി മാംസം നിരോധിച്ചതിനെതിരെ ശിവസേനയും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരോധനത്തിനെതിരെ നിരോധനം എന്ന മുദ്രാവാക്യം മുഴക്കി ദാദർ മാർക്കറ്റിൽ ചിക്കനും മാംസവും പരസ്യ വിൽപ്പന നടത്തിയായിരുന്നു പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പീപ്പിൾ TV ബിഗ് ബ്രേക്കിംഗ്. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കേസിൽ വമ്പന്മാർ ഉൾപ്പെട്ടിട്ടുള്ളതായി ഉതുപ്പ് വർഗീസ്. തന്നെ മാത്രം വേട്ടയാടുന്നത് എന്തിനെന്നും ഇന്ത്യൻ നിയമമനുസരിച്ച് താൻ കുറ്റക്കാരനെങ്കിൽ തുറുങ്കിൽ കിടക്കാൻ തയ്യാറെന്നും ഉതുപ്പ് വർഗീസ് പീപ്പിൾ TVയോട് പറഞ്ഞു. വലിയ വമ്പൻ സ്രാവുകൾ പുറത്ത് താൻ മാത്രം കുറ്റക്കാരൻ എന്ന രീതിയിലാണ് വേട്ടയാടപ്പെടുന്നതെന്ന് വിവാദ റിക്രൂട്ടിംഗ് ഏജൻസിയായ അൽഷറാഫിന് MD ഉതുപ്പ് വർഗീസ് പറഞ്ഞു. ഇത് വളരെ പുതിയൊരു സ്ഥാപനമാണ്. ഈ മേഖലകളിലെ വലിയ വലിയ വമ്പന്മാരായ ആൾക്കാരുണ്ട്. അവർക്കെതിരെ ഒന്നും ഒരു കേസ് പോലും കണ്ടില്ല. ആർക്കാണ് ഈ ഒരു സ്ഥാപനത്തിനെതിരെ മാത്രം കേസെടുക്കാനുള്ള താല്പര്യം? എന്തുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു? ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇരുന്ന പൈസ ഉണ്ടായിരുന്നു. ആ പൈസ എന്ന് പറയുന്നത് ഞങ്ങൾ അക്കൗണ്ടഡ് ആയിട്ടുള്ള ക്യാഷ്, അൺഅക്കൗണ്ടഡ് ആയിട്ട് ഒരു പൈസ അവിടെ നിന്ന് പിടിച്ചിട്ടില്ല. അതായത് ആൾക്കാരിൽ നിന്ന് നിർബന്ധപൂർവ്വം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പണം പിരിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. കാരണം ഈ റെയ്ഡ് നടക്കുമ്പോഴോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ ഒന്നും ഞാൻ ആ രാജ്യത്തില്ല, ഞാൻ വേറൊരു രാജ്യത്താണ്. ഭീകരരും അക്രമികളും അവരുടെ ചില ഉദ്ദേശ സാധ്യത്തിന് വേണ്ടി ആൾക്കാരെ ബന്ദികളാക്കും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിച്ചിട്ട് ബന്ദികളാക്കി വെച്ചുകൊണ്ട് ദിവസങ്ങൾ ബാർഗെയിൻ ചെയ്യും, ഇല്ലേ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായത്. അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്ത് പിടിച്ചെങ്കിൽ അന്ന് തന്നെ പൈസ മുഴുവൻ പിടിക്കണ്ടേ? ഇതൊരു സാധാരണ ഓഫീസ്, വളരെ സാധാരണമായ ഒരു ഓഫീസ്. താൻ ഒളിവിലല്ല, പിടികിട്ടാ പുള്ളിയുമല്ല, ഇതാ ഇവിടെ തന്നെ ഉണ്ടെന്ന് അബുദാബിയിലെ ഫ്ളാറ്റിൽ വെച്ച് ഉതുപ്പ് വർഗീസ് പറഞ്ഞു. ഇതിൻ്റെ ഒരു സത്യമുണ്ട്. നിങ്ങൾ ആ സത്യം എന്താണ് കണ്ടെത്ത്. ആ സത്യം കണ്ടെത്തിയതിന് ശേഷം ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ രാജ്യദ്രോഹിയാണോ? എന്നെ തൂക്കിക്കൊല്ല്. അതല്ല, ഞാൻ വേറൊരു കുറ്റം, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള ഏതൊരു കുറ്റമാണ് ഞാൻ ചെയ്തിരിക്കുന്നെങ്കിൽ അതിന് തക്കതായ ശിക്ഷ എനിക്ക് തരണം. ഇല്ലെങ്കിൽ ആ രാജ്യം നിലനിൽക്കുകയില്ല, നമ്മുടെ വ്യവസ്ഥിതികൾ നിലനിൽക്കുകയില്ല. എന്തുകൊണ്ട് വർഗീസിനെതിരെ മാത്രം, റെഡ് കോർണർ നോട്ടീസ് വർഗീസിനെതിരെ മാത്രം? അതെന്തോ ഒരു ശുഷ്കാന്തിയായിരുന്നു. ഈ ശുഷ്കാന്തി നാട്ടിലുള്ള മറ്റുള്ള കേസിലൊക്കെ കാണിച്ചിരുന്നെങ്കിൽ എന്തോ ഒരു നല്ലതായിരുന്നു. ഈ കേസുണ്ടായി, ഞാൻ ഒളിച്ചിരിക്കുവാന്നോ അല്ലെ ഞാൻ അബ്സ്കണ്ടിങ് ആണെന്നോ പറയുന്നത്. ഞാൻ വിദേശത്ത് കഴിഞ്ഞ് 18 വർഷമായിട്ട് താമസിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഞാൻ ഒളിച്ചിരിക്കുവാന്നോ അല്ലെ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഞാൻ ഒളിച്ച് കഴിയുവാന്നോ പറയുന്നതിനകത്ത് എന്ത് മര്യാദയുണ്ട്? ക്യാമറമാൻ ജോണിയോടൊപ്പം EM അഷ്റഫ്. കേരളത്തിലെ സർവകലാശാലകളിൽ അനധ്യാപക നിയമനം നടത്താനുള്ള ചുമതല PSC ഏൽപ്പിച്ച് ഓർഡിനൻസ് ഇറക്കണമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർവകലാശാലകളിലെ അനധ്യാപക നിയമനങ്ങൾ PSCക്ക് വിട്ടുകൊണ്ട് നേരത്തെ തന്നെ ഉത്തരവ് ഇറക്കിയിരുന്നെങ്കിലും ചുമതല കമ്മീഷന് നൽകുന്ന നിയമനിർമ്മാണം നടന്നിട്ടില്ലെന്ന് സുധീരൻ ചൂണ്ടിക്കാട്ടി. ആവശ്യത്തിന് അനധ്യാപകരില്ലാത്തത് സർവകലാശാലകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും സുധീരൻ വ്യക്തമാക്കി. തൃശൂർ കൊക്കോലെ വെളിയന്നൂരിലെ ATM കൗണ്ടറിൽ നിന്നും പണം മോഷണം പോയ സംഭവത്തിൽ പണം നിക്ഷേപിക്കുന്ന ഏജൻസിയുടേത് ഗുരുതര വീഴ്ചയെന്ന് പോലീസ്. 2 പേർ മാത്രം അറിയേണ്ട രഹസ്യകോഡ് 12 പേർക്ക് കൈമാറിയതായും നിശ്ചിത ഇടവേളകളിൽ രഹസ്യകോഡ് പുതുക്കുന്നതിൽ ഏജൻസിക്ക് വീഴ്ച പറ്റിയതായും പോലീസ് കണ്ടെത്തി. സ്വകാര്യ ഏജൻസി കുറ്റക്കാരെന്ന് പറയുമ്പോൾ തന്നെ നമ്മളത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ, പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്കൊരു സെക്യൂരിറ്റി ഏൽപ്പിച്ച സമയത്ത് അവർ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ കൂടുതൽ നോക്കണ്ട. പക്ഷെ അങ്ങനെ പറഞ്ഞ് നമുക്ക് കേസ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കേസ് അങ്ങനെ കുറയ്ക്കാൻ പറ്റത്തില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മോഷണം പോയി, ആ മോഷണം കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ പ്രാഥമികമായിട്ട് നിഗമനം. മറ്റൊന്ന് 12 പേര് താഴെ എന്നുള്ളതാണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന അറിവ്. ഞങ്ങൾക്ക് അത്രയും ഇവർക്ക് വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നിഗമനം. അതായത് ഒരേ മാസം ഒരേ ആൾക്കാർ മാറുമ്പോൾ ഇത് കോഡ് മാറണം എന്നുള്ളതാണ് ഇവർ എടുത്ത തീരുമാനം എന്ന് തോന്നുന്നു. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഒരു മാസമല്ല, എനിക്ക് തോന്നുന്നു ഒരാൾ ഏൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആൾക്കാർ മാറും. ഇവർ വന്നിട്ട് ഇപ്പോൾ 1 മാസമായുള്ളൂ. അതിന് മുമ്പുള്ള ഇത് മാത്രം വന്നിട്ടുള്ളതാണ്.
ബാർക്കോഴ കേസിൽ വിജിലൻസ് കോടതിയിൽ വാദത്തിനിടെ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. കേസിൽ കക്ഷിയെ രംഗപ്രവേശനം ചെയ്ത അഭിഭാഷകൻ വാദിച്ചത് KM മാണിക്ക് വേണ്ടി. പ്രോസിക്യൂഷൻ അഭിഭാഷകനെ സഹായിക്കാനെന്ന ആക്ഷേപം. കേസിൽ വിജിലൻസ് ഡയറക്ടറെ സാക്ഷിയായി വിസ്തരിക്കണമെന്ന് ബിജു രമേശ് കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസിൽ തുടരന്വേഷണം വേണമെന്ന് VSM വ്യക്തമാക്കി. ബാർക്കോഴ കേസിൽ വിജിലൻസിന് വേണ്ടി ഹാജരായ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് V ശശീന്ദ്രന് ഇന്ന് പലപ്പോഴും കാഴ്ചക്കാരനായി ഇരിക്കേണ്ടി വന്നു എന്നതാണ് സത്യം. കേസിൽ എതിർകക്ഷിയായ സണ്ണി മാത്യുവിന് വേണ്ടി ഹാജരായ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ S ശ്രീകുമാർ മാണിക്ക് അനുകൂലമായ വാദം നിരത്തിയത് കോടതിയിൽ അന്ധാളിപ്പുണ്ടാക്കി. കേസിലെ പരാതിക്കാരനായ VS അച്യുതാനന്ദന്റെ വാദങ്ങൾ ഇപ്രകാരമായിരുന്നു. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന് സുകേശൻ സമയം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് വിൻസെന്റ് അപ്പോൾ നിഷേധിച്ചു. അതിനാൽ കേസിൽ തുടരന്വേഷണം ആവശ്യമുണ്ട്. തുടർന്ന് തൊടുപുഴ സ്വദേശി സണ്ണി മാത്യുവിന് വേണ്ടി ഹാജരായ S ശ്രീകുമാറിന്റെ വാദങ്ങൾ വ്യത്യസ്തമായിരുന്നു. വസ്തുതാ റിപ്പോർട്ടും അന്തിമ റിപ്പോർട്ടും രണ്ടാണ്. ഇവ രണ്ടും വിജിലൻസിന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. ഇതിലെ തെളിവുകൾ കോടതി പരിശോധിച്ച് തീരുമാനമെടുക്കണം. നിരവധി കോടതി വിധികൾ ഉന്നയിച്ച് 4.25 മണിക്കൂർ നീണ്ടുനിന്ന വാദത്തിലുടനീളം മാണിയെ കോടതി കുറ്റവിമുക്തനാക്കണമെന്ന് S ശ്രീകുമാർ പറയാതെ പറഞ്ഞു. എന്നാൽ താൻ വാദിക്കുന്നത് വിജിലൻസിനെതിരെയാണെന്ന് ശ്രീകുമാർ പറഞ്ഞതിന് മറുപടിയുമായി മുതലക്കണ്ണീർ ഒഴുക്കേണ്ടെന്ന് ബിജു രമേശിന്റെ അഭിഭാഷകൻ ഉദയഭാനു പറഞ്ഞത് അഭിഭാഷകർ തമ്മിലുള്ള ഉരസലിന് കാരണമായി. അനാവശ്യ കമന്റുകൾ ഒഴിവാക്കുക എന്ന അഡ്വക്കേറ്റ് ശ്രീകുമാറിന്റെ മറുപടിക്ക് VSന്റെയും ബിജു രമേശിന്റെയും അഭിഭാഷകർ തടസ്സവാദങ്ങൾ ഉന്നയിച്ചത് കോടതി നടപടികളെ നാടകീയമാക്കി. കേസിലെ ഹർജിക്കാരനായ നെയ്യാറ്റിങ്കര നാഗരാജും തന്റെ വാദങ്ങൾ കോടതിയെ അറിയിച്ചു. ബിജു രമേശിന്റെയും LDF കൺവീനറുടെയും വാദങ്ങൾ കേൾക്കുന്നതിനായി കേസ് സെപ്റ്റംബർ 28 മാറ്റി. കോടതിയെ സഹായിക്കാനെന്ന പേരിൽ രംഗപ്രവേശനം ചെയ്ത അഭിഭാഷകന്റെ വാദമുഖങ്ങളായിരുന്നു ഇന്നത്തെ കോടതി നടപടികളെ വ്യത്യസ്തമാക്കിയത്. പ്രത്യക്ഷത്തിൽ വാദിക്കും പ്രതിക്കും വേണ്ടി വാദിച്ചില്ല എന്ന തോന്നലുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ വാദങ്ങൾ അത്രയും KM മാണിക്ക് അനുകൂലമായിരുന്നു. ക്യാമറമാൻ രാഹുലിനും ദേവദത്തിനൊപ്പം S ജീവൻകുമാർ, തിരുവനന്തപുരം. ഫാസിസത്തിനെതിരെ നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന ഓർമ്മപ്പെടുത്തലുമായി CPMന്റെ വർഗീയ വിരുദ്ധ സെമിനാർ. വർഗീയതയ്ക്കെതിരെ മതേതര ഐക്യം രൂപപ്പെടണമെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. ആശയത്തിലും പ്രവർത്തനത്തിലും ഇന്ത്യൻ പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത സംഘപരിവാർ നടത്തുന്ന വർഗീയ ഫാസിസത്തിനെതിരെ കരുതിയിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു സെമിനാർ. വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷ ഐക്യം വേണമെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. മതവിശ്വാസികൾ ഉൾപ്പെടെയുള്ള വലിയൊരു ബഹുജന മുന്നേറ്റം ഇവിടെ വരണം. അത് വർഗീയതയ്ക്കെതിരെയുള്ളതാണ്. അതിന്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്. എല്ലാ കാലത്തും ഇതിനെതിരെ ഞങ്ങൾ അണിനിരന്നിട്ടുണ്ട്. വർഗീയതയ്ക്കെതിരെയുള്ള മുന്നേറ്റമായതുകൊണ്ട്, അത് വർഗീയതയാണ് അപ്പുറം നിൽക്കുന്നത് എന്നതുകൊണ്ട് ഈ മുന്നേറ്റത്തിന്റെ മുന്നിൽ നിൽക്കാനും ഞങ്ങൾ തയ്യാറാണ്. അമിത ദേശസ്നേഹം ഫാസിസത്തിന്റെ ലക്ഷണമാണെന്നും നിതാന്ത ജാഗ്രത അനിവാര്യമാണെന്നും മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ NS മാധവൻ പറഞ്ഞു. ഈ ദേശീയത തന്നെ അത് ഭൂരിപക്ഷ വർഗത്തിന്റെ ദേശീയതയാണ്. അത് ദേശീയതയും വർഗീയതയും തമ്മിലുള്ള ഭിന്നിപ്പിക്കുന്ന, അതിൻ്റെ വിഭജിച്ചു നിർത്തുന്ന അതിർത്തി രേഖകൾ മാഞ്ഞുപോയ ദേശീയതയാണ് ഫാസിസത്തിന്റെ ആദ്യത്തെ ലക്ഷണം. അന്ധവിശ്വാസങ്ങളും അക്രമങ്ങളും മാത്രം ചരിത്രത്തിൽ നിന്ന് സ്വാംശീകരിച്ചവരാണ് സംഘപരിവാർ എന്ന് സ്വാമി സന്ദീപാനന്ദ പറഞ്ഞു. വൃത്തികെട്ട അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഊരാക്കുടുക്കിൽ നിന്നൊക്കെയാണ് ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തെ മോചിപ്പിച്ചിട്ടുള്ളത്. ആ സമൂഹത്തെ കാർന്നു തിന്നുന്ന, വളരെ ആസൂത്രിതമായിട്ട് ഇതാണ് മതമെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചിലർ വളരെ ആസൂത്രിതമായിട്ട് ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു അജണ്ട. അതിന് മതവുമായിട്ടൊരു പുലബന്ധവുമില്ല. ഡോക്ടർ ഫസൽ ഗഫൂർ, പ്രൊഫസർ J പ്രസാദ്, KT കുഞ്ഞിക്കണ്ണൻ, P മോഹനൻ, TP രാമകൃഷ്ണൻ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ന്യായവിലയ്ക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ ജനങ്ങളിലെത്തിക്കാനായി എന്റെ കട സൂപ്പർ മാർക്കറ്റുകൾ കേരളപ്പിറവി ദിനത്തിൽ ആരംഭിക്കും. സംസ്ഥാനത്തെ 1000 ഗ്രാമങ്ങളിലാണ് സിസിൽ റീറ്റെയിൽ മാനേജ്മെന്റ് എന്റെ കടകൾ ആരംഭിക്കുന്നത്. ചെറുകിട കുടിൽ വ്യവസായ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും എന്റെ കട ലക്ഷ്യമിടുന്നു. നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കാനും ചെറുകിട കുടിൽ വ്യവസായ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനുമാണ് സിസിൽ റീറ്റെയിൽ മാനേജ്മെന്റ് എന്റെ കട സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുന്നത്. കേരളത്തിലെ 1000 ഗ്രാമങ്ങളിൽ ആരംഭിക്കുന്ന എന്റെ കടകളുടെ ആദ്യഘട്ടത്തിന് കേരളപ്പിറവി ദിനത്തിൽ തുടക്കമാവും. 400ഓളം എന്റെ കട സൂപ്പർ മാർക്കറ്റുകൾ നവംബർ 1 പ്രവർത്തനം ആരംഭിക്കുമെന്ന് സിസിൽ മാനേജിംഗ് ഡയറക്ടർ സാബുകുമാർ പറഞ്ഞു. ഒരു വ്യവസായിക്ക് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്താൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്പേസ് ഇല്ല എന്നുള്ള ഏറ്റവും വലിയ പ്രോബ്ലം. ഡിസ്പ്ലേ ചെയ്ത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുള്ള പ്രോബ്ലം. ഈ 2 പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ട് നമ്മൾ 1000 സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങുകയാണ്.
കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലും ഒരു പഞ്ചായത്തിൽ ഒരെണ്ണം എന്ന നിലയ്ക്ക്, കൂടാതെ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഷോപ്പുകൾ തുടങ്ങും. ഓരോ ഗ്രാമങ്ങളിലും അവിടെ തന്നെയുള്ള വ്യക്തികളും സ്വയം സഹകരണ സംഘങ്ങളും സ്ഥാപനങ്ങളുമാണ് എൻ്റെ കടകളുടെ സംരംഭകരാകുക. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി തിരുവനന്തപുരത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് എൻ്റെ കടകളുടെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കും. ഏകീകൃത വില സംവിധാനമാണ് കടകളിൽ നിലനിൽക്കുകയെന്നും സാബുകുമാർ പറഞ്ഞു. എൻ്റെ കടയുടെ 2ാം ഘട്ടത്തിനായി സംരംഭകർക്ക് ഇപ്പോൾ അപേക്ഷിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.